കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യേശു ആരാണ് എന്ന വിഷയമാണ്. യേശു പാപമോചകനാണ് എന്നത് നമുക്ക് ചിന്തിപ്പാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ സഹായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ആണ് ചിന്തിച്ച് അവസാനിപ്പിപ്പാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. അവിടെ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന വലിയ കൂട്ടം പുരുഷാരം, അവർക്ക് യേശു അപ്പം കൊടുത്തു. അവരുടെ ശാരീരികമായ വിഷയത്തെ യേശു കൈകാര്യം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനത്താൽ അവരുടെ ആത്മീക വിഷയത്തിന്മേൽ യേശു പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. അവരുടെ ആത്മീക വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു അവരുടെ സുവിശേഷം അറിയിപ്പാൻ, ദൈവവചനം പറയുവാൻ തക്കവണ്ണം കാരണമായത്. ജനമെല്ലാം ആർത്തിയോടെ ദൈവവചനം കേൾക്കുവാൻ ഇരുന്നു. ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ അപ്പം തിന്നു, അപ്പം ഭക്ഷിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകാനിടയായി. എന്നാൽ അടുത്തൊരു ഭാഗം ശ്രദ്ധിക്കണം. ഇതേ ജനം പിറ്റേ ദിവസം യേശുവിന്റെ അടുക്കൽ വരുവാനിടയായി തീർന്നു. ഇത്രയും ജനം തന്നെ യേശുവിന്റെ അടുക്കൽ വന്നു. അവര് വന്നത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം കേൾക്കാനല്ല അവർ വന്നത്, അവരപ്പം തിന്നാനാ വന്നത്. 6-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ആദ്യത്തെ ദിവസം അവർ വന്നത് യേശുവിന്റെ വചനം കേൾക്കാനാ വന്നത്. എന്നാൽ 2-ാമത്തെ ദിവസം അവർ വന്നത് വചനം കേൾക്കാനല്ല വന്നത്, അവർ അത്ഭുതം കാണാനാ വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ അത്ഭുതം കാണുക, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് അപ്പം തിന്നുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ ശ്രേഷ്ഠത ഒന്നുകൂടെ ശക്തിപ്പെടുത്തിയതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. ഞാൻ പറയുന്നതിന്റെ കാര്യം എന്നാ ചോദിച്ചു കഴിഞ്ഞാല്, അവര് ആ സമയത്ത് അപ്പം തിന്നാൻ വന്നപ്പോൾ യേശു അവർക്ക് അപ്പം കൊടുത്തില്ല. വചനം കേൾക്കാൻ വന്നപ്പോൾ യേശു വചനം കൊടുത്തു, ആ കൂടെ അപ്പം കൊടുത്തു. ഇതിൽ നിന്നൊരു സത്യം ഞാൻ പറയാം. മുമ്പേ അവന് രാജ്യനീതി അന്വേഷിക്കാം, അതോടുകൂടെ ഇതൊക്കെ തരാൻ ദൈവശക്തനാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട്, ദൈവത്തിന്റെ വിടുതൽ കിട്ടാനായിട്ട്, കർത്താവിൽ നിന്ന് സൗഖ്യം കിട്ടാനായിട്ട്, നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടാനായിട്ട് നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നീ ദൈവവചനം കേട്ട് ദൈവവചന പ്രകാരം ജീവിക്കാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ നിന്റെ അടുത്ത വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിപ്പാൻ ദൈവശക്തനായിരിക്കുന്ന ദൈവമാണ്. നമുക്ക് പലപ്പോഴും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങൾ കാണണം, അടയാളങ്ങൾ കാണണം. അതായിരുന്നു യഹൂദന്മാരുടെ പ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോശത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. കർത്താവ് പറയുന്നുണ്ട്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും ആകർഷിക്കുമെന്ന്. അപ്പോൾ മനുഷ്യനെ കർത്താവിലേക്ക് ആകർഷിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. നമ്മുടെ പാപ പരിഹാരത്തിനായി കാൽവറിയിൽ 2 കള്ളന്മാരുടെ മധ്യേ തൂങ്ങപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ എന്ന സത്യമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്നാ ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അക്ഷയമായി സേവിക്കുമ്പോൾ, യേശുവിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ, യേശു എന്റെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വായ കൊണ്ട് ഏറ്റുപറയുന്ന സമയത്ത് തികച്ചും നാം ഓർത്തിരിക്കേണ്ട കാര്യം എന്നാ ചോദിച്ചാൽ, എന്റെ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവായി അംഗീകരിക്കണം, കർത്തൃത്വം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം, യേശുവിന്റെ മകനായി തീരണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് കാണാനായി സാധിക്കുന്നു. നമ്മളൊരു പണം ചെലവാക്കണ്ട, അതിന് മലകൾ കയറണ്ട, പുണ്യസ്ഥലങ്ങൾ ദർശിക്കണ്ട, നേർച്ച കാഴ്ചകൾ കഴിക്കണ്ട. ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുവിന്റെ നാമം പോലെ വേറൊരു നാമവുമില്ലെന്നറിയാൻ സാധിക്കുന്നു. യേശുവിന്റെ നാമത്തിക്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുന്ന നാമമാണ്. ആ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തകർന്നു പോകുവാൻ, നശിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കാം. യഥാർത്ഥമായ നിലകളില് നമ്മൾ കരയുമ്പോൾ, നമ്മൾ സങ്കടപ്പെടുമ്പോൾ, നമ്മൾ വേദനപ്പെടുമ്പോൾ, നമ്മുടെ വേദനകൾ അറിഞ്ഞ് നമ്മുടെ വിഷയത്തിൽ കൈകടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ജീവിക്കുന്ന ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവകാശവാദങ്ങൾ പറയുന്ന പലരെ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ
ഞാൻ ആ വിഷയത്തിലേക്ക് കയറുന്നില്ല എങ്കിലും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ അനുഭവത്തെ എണ്ണിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മുടെ പ്രശ്നം പരിഹരിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ജീവിക്കുന്ന ദൈവമാണ്, അത് സ്വർഗസ്ഥനായ ദൈവമാണ്. രണ്ടാമത് വന്നത് എന്തിനു വേണ്ടിയാണ്? അത്ഭുതം കാണാനാണ്. എന്നാൽ യേശു അവിടെ അത്ഭുതം കാണിച്ചില്ല. എന്നാൽ ആദ്യം വന്നത് ദൈവവചനം കേൾക്കാനാണ്. അതുകൊണ്ട് അവർക്ക് ദൈവം അവിടെ പ്രശ്നത്തെ ദൈവം പരിഹരിച്ചു. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ യേശുവിനായി സമർപ്പിച്ച് കർത്താവിനായി ജീവിക്കുവാൻ ദൈവവചനം കേട്ട് വചനാടിസ്ഥാനമായ ഒരു ജീവിതം നയിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ തികച്ചും ഓർത്തിരിക്കേണ്ട കാര്യം, നിന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തകർച്ച മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വേദന മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ദൈവവചനത്തിലൂടെ അനേക തെളിവുകൾ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ദൈവദാസിയായിരിക്കുന്ന ഹന്ന ദൈവസന്നിധിയിൽ അവൾ സങ്കടം പകരുന്നത് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ തകർന്ന ഒരു ഹൃദയത്തിനുടമയായിരുന്നു ഹന്ന. എന്നാൽ ആ ഹന്ന ആ സങ്കടം ദൈവത്തിൽ പകരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സങ്കടം നീ മനുഷ്യരോടല്ല പറയേണ്ടത്, നീ ദൈവത്തോട് പറ. മനുഷ്യരോട് പറഞ്ഞാൽ അവർ കേട്ടെന്ന് വരും, പക്ഷെ മാറി നിന്ന് നിന്നെ പരിഹസിക്കും. നിന്റെ ഹൃദയം തുറക്കാൻ പറ്റിയ ഒരിടം മനുഷ്യരല്ല, സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നീ ഹൃദയം തുറന്നാൽ ആ ഹൃദയത്തിന്റെ ശൂന്യതകളെ പണിതെടുക്കുവാൻ ദൈവത്തിന് കഴിയും. അവിടെ നോക്കണം, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ സങ്കടം ദൈവസന്നിധിയിലാണ് പകരേണ്ടത്. ദൈവസന്നിധിയിൽ സങ്കടം പകരുമ്പോൾ ദൈവം നമ്മുടെ സങ്കടം അറിയുന്ന ദൈവമാണ്. എന്നാൽ ഹന്ന കരഞ്ഞപ്പോൾ അത് ഏലി എന്ന പുരോഹിതൻ കണ്ടു. അവൾ പറയുക, നിന്റെ ലഹരി ഇറങ്ങട്ടെ എന്ന്. അവൾ പറയുക, യജമാനെ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. മനോവ്യസനം ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്ന ഒരു ഹന്നയെ കാണാനായി സാധിക്കുന്നു. നമ്മുടെ മനോവ്യസനം ഇറക്കി വെക്കാൻ പറ്റിയ സ്ഥലം ദൈവ സാന്നിധ്യമാണ്. അവിടെ ഇറക്കി വെച്ചാൽ നമ്മുടെ ഭാരം മാറ്റാൻ ദൈവ ശക്തനാണ്. കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ഭാരം എന്റെ മേലിട്ട് കൊള്ളുക, ഞാൻ നിന്നെ എന്ത് ചെയ്യാം? പുലർത്താമെന്ന്. പുലർത്താൻ ശക്തനായ ദൈവമ പറയുന്നേ, നിന്റെ ഭാരം മാറ്റാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന്. ആ ദൈവത്തിലേക്ക് ആശ്രയിപ്പാനിടയാകട്ടെ. അന്ന് യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞാൽ അപ്പം തിന്ന് തൃപ്തരാകാൻ വേണ്ടി രണ്ടാം പ്രാവശ്യം വന്നവരോട് പറയുകയാണ്. അവർക്ക് അപ്പം കൊടുക്കാതെ യേശു വചനം പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും അവർ മരിച്ചുപോയി, എന്നാൽ ഞാൻ കൊടുക്കുന്ന അപ്പം തിന്നുന്നവനോ ഒരു നാളും മരിക്കയില്ല എന്ന് കർത്താവ് യേശു പറയുവാനിടയായി തീർന്നു. പഴയ ഭക്തന്മാരായ വ്യക്തികൾ മരുഭൂമിയിൽ ദൈവം കൊടുത്ത മന്ന തിന്ന് അവർ മരിച്ചുപോയതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. എന്നാൽ എന്നെ തിന്നുന്നവൻ മരിക്കാതെ ഇരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് ഞാനെന്നാണ് കർത്താവായ യേശു പ്രസ്താവിപ്പാതക്കനുടേതായത്. ഈ അപ്പം തിന്നുന്നവനൊക്കെയും എന്നേക്കും ജീവിക്കുമെന്ന് നമുക്ക് കാണാനായി സാധിക്കുന്നു. ഇതേത് അപ്പമാണ്? ക്രിസ്തു ആകുന്ന അപ്പം, ദൈവത്തിന്റെ വചനമാകുന്ന അപ്പം. തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ എന്ത് ചെയ്യണമെന്ന നമ്മൾ പ്രവർത്തിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. അപ്പമല്ല നമ്മുടെ പ്രാധാന്യം, ദൈവകൃപയാണ് പ്രാധാന്യം. അപ്പമല്ല പ്രാധാന്യം, ദൈവ സാന്നിധ്യമാണ് പ്രാധാന്യം. അപ്പമല്ല പ്രാധാന്യം, നമ്മുടെ നിത്യജീവനാണ് പ്രാധാന്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 70 ഏറെയായാൽ 80 ഈ ലോകത്തിൽ ജീവിക്കും, അല്ല 100 വരെ. അത് കഴിഞ്ഞാൽ മരണം വിട്ടു പോയേ പറ്റൂ. അത് കഴിയുമ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞേ പറ്റൂ. ശാരീരികമായ ബലമൊക്കെ ക്ഷയിക്കും, ജീവൻ നഷ്ടപ്പെടും. എന്നാൽ നമ്മുടെ ആത്മാവ് ഇവിടെ പോകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആത്മാവ് രണ്ടിടം മാത്രമേ ഉള്ളൂ. ഒന്ന് നിത്യ നരകം, മറ്റ് നിത്യ സ്വർഗം. നരകമാണെങ്കിലും സ്വർഗമാണെങ്കിലും നിത്യമാണ്. എവിടെ പോകണമെന്ന് നമ്മൾ ഇവിടെ വെച്ച് തീരുമാനിക്കണം. ഇങ്ങനെ ദൈവവചനത്തിൽ പറയുന്നുണ്ട്, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുമെന്ന്. നമ്മൾ ചെയ്യുന്നതിന് തക്കവണ്ണം പ്രാപിക്കും. നമ്മൾ വിതയ്ക്കുന്ന കൊയ്യും. നാം മുന്തിരി നട്ടിട്ട് ഒരിക്കലും ഒഴിവ് കൊയ്തെടുക്കാൻ സാധിക്കുകയില്ല. നമ്മൾ എന്ത് നടുന്നുവോ എന്ത് വിതയ്ക്കുന്നുവോ അത് മാത്രമേ കൊയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം എന്നാ ചെയ്യേണ്ടത്? യഥാർത്ഥമായ നിലങ്ങളില് നിത്യജീവന് വേണ്ടി പ്രവർത്തിക്കണം. എന്ന് പറഞ്ഞാൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുമെന്നാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നാം എന്ത് വിതയ്ക്കുന്നു അത് കൊയ്യും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ജീവന് വേണ്ടി നാം നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. അതിനായിട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് നാം വീട് പണിയണം. പുറപ്പാട് പുസ്തകം 33 അധ്യായം
16 വാക്യത്തിൽ ദൈവദാസനായിരിക്കുന്ന മോശ പറയുന്നുണ്ട്, നിന്റെ സാന്നിധ്യം എന്നോടിവിടെ പോരണമെന്ന് പറയുന്നതായി കാണാനായി സാധിക്കുന്നു. പോകട്ടെ, അപ്പോൾ ഒന്നാമതായിട്ട് ദൈവദാസനായി മത്തായി പറയുന്ന കാര്യം എന്നാ ചോദിച്ചാൽ, യേശു ക്രിസ്തു ആര്? അവൻ പാപമോചകനാണ്, അവൻ വിമോചകനാണ്, അവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന കർത്താവാണെന്നാണ് ആദ്യമായി 1-ാം അധ്യായം മത്തായി സുവിശേഷം തെളിയിക്കുന്നത്. 1-ാം അധ്യായത്തിൽ പറയുന്നു യേശു പാപമോചകനാണ്, യേശു പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ ആകുന്നുണ്ട്. അപ്പോൾ യേശു പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. 2-ാം അധ്യായത്തിൽ പറയുന്നു യേശു രാജാവാണ്. യേശുവിനെ രാജാവായിട്ടാണ് മത്തായി 2-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത്. വിദ്വാൻമാര് വന്ന് ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. ഇന്ന് ലോകത്തിൽ അനേക രാജകുമാരന്മാരെ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ രാജാവായി പിറന്ന ഒരുവനെ പോലെ നമുക്ക് കാണാനായി സാധിക്കുന്നില്ല. അനേക രാജകുമാരന്മാര് ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ട്. അവർ പിന്നീട് രാജാക്കന്മാരുമായിട്ടുണ്ട്. എന്നാൽ രാജകുമാരന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും രാജാവായി പിറന്ന ഒരുവനെ ഉണ്ടായിട്ടുള്ളൂ. അത് നസറേയനായ യേശു ക്രിസ്തുവാണെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നു. അതായത് യേശു രാജാവാണെന്ന് വിദ്വാൻമാരാ പറയുന്നേ, ശിഷ്യന്മാരല്ല പറയുന്നേ. യേശു രാജാവാണെന്ന് വിദ്വാൻമാർ പ്രസ്താവിക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. 1-ാം അധ്യായം യേശു രക്ഷകനാണ്, വിമോചകനാണ്, വിടിവിക്കുന്നവനാണ്. 2-ാം അധ്യായം യേശു ഭരിക്കുന്നവനാണ്, അവൻ രാജാവാണ്. യേശു ക്രിസ്തുവിനെ വിദ്വാൻമാർ കാഴ്ച കൊണ്ടുവന്നത് പൊന്ന്, കുന്തിരിക്കം, മൂര് എന്നിവയാണ് കാഴ്ച കൊണ്ടുവന്നത്. പൊന്ന് യേശുവിനെ രാജാവായി പ്രഖ്യാപിക്കുകയാണ്. കുന്തിരിക്കം യേശു ക്രിസ്തുവിന്റെ സുഗന്ധവർഗമാണ്, അത് യേശു പൗരോഹിത്യത്തെ തെളിയിക്കുകയാണ്. മൂര് യേശു ക്രിസ്തുവിന്റെ സംസ്കാരത്തെ കാണിക്കുകയാണ്. യേശു മരിക്കാൻ വന്ന വ്യക്തിയാണ്. മൂര് മനുഷ്യനോടുള്ള ബന്ധത്തിൽ, ശവസംസ്കാരത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ യേശു പൊന്ന്, യേശു രാജാവാണ്. കുന്തിരിക്കം യേശു പുരോഹിതനാണ്. മൂര് ശവസ്കാരത്തോടുള്ള ബന്ധത്തിലായതുകൊണ്ട് യേശു മരിക്കാൻ വന്നതാണ്. അതാണ് യോഹന്നാൻ അവൻ പറയുന്നത്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നമുക്ക് ലോകത്തിൽ ജീവിക്കാമെന്നവരാ, മരിക്കാമെന്നവരല്ല, പക്ഷെ മരിച്ചു പോകുക. എന്നാൽ യേശു ലോകത്തിൽ വന്നത് ജീവിക്കാൻ വന്നവനല്ല, യേശു മരിക്കാൻ വേണ്ടി വന്നവനാണ്. രാജാവെങ്കിൽ രാജാവിന്റെ നയപ്രഖ്യാപനമാണ് 5, 6, 7 അധ്യായങ്ങൾ എന്ന് കാണാം. അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് യേശുവിന്റെ ഗിരിപ്രഭാഷണം എന്നാണ്. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? രാജാവായി നമുക്ക് കാണാനായി സാധിക്കുന്നു. മത്തിയാവിന്റെ പുസ്തകം 21-ാം വാക്യത്തിൽ വായിക്കുന്നു, നിത്യരാജ്യത്വം ദൈവത്തിൻ്റെതാണെന്ന് വ്യക്തമായി നമുക്ക് കാണാനായി സാധിക്കുന്നു. ഇനി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നതായ സമയത്ത് രാജ പ്രഖ്യാപനമാണ്, വിളംബരമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. 1-ാം അധ്യായത്തിൽ യേശു പാപ വിമോചകൻ, 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു രാജാവ്, 3-ാം അധ്യായത്തിൽ യേശുവിന്റെ രാജപ്രഖ്യാപനം, വിളംബരമാണ്. യേശുവിന്റെ രാജ്യത്തിന്റെ വിളംബരത്തെ കുറിച്ചാണ് 3-ാം അധ്യായം കാണിക്കുന്നത്. അത് പ്രഖ്യാപിക്കുന്നത് ദൈവദാസനായ യോഹന്നാൻ സ്നാപകനാണ്. ആ വിളംബരം നടത്തുന്നത്. അത് പിന്നീട് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.